ഇന്ന് നമ്മൾ ന്യൂറോ സർജറിയിൽ എത്ര മുന്നോട്ടെത്തിയിരിക്കുന്നു? ഒരു നൂതനമായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എവിടെയാണ്? സയൻസ് ഈസ് പ്രോഗ്രസിങ്. അതാണ് മെഡിസിൻ ഈസ് സയൻസ് ഈസ് പ്രോഗ്രസിങ്, സോ ഈസ് മെഡിസിൻ. അപ്പം പഠിച്ചിരുന്ന കാലത്ത് കാണുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഇപ്പോൾ കാണാറില്ല. പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് ഇപ്പം എക്വിപ്മെൻറ്റ്സ്, മോണിറ്ററിങ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ബ്രെയിനിലൊരു ട്യൂമർ, ലെഫ്റ്റ് ബ്രെയിനിലെ ഒരു സ്പീച്ച് ഏരിയയിലുള്ള ഒരു ട്യൂമർ. അപ്പോൾ നമുക്കത് പേഷ്യൻറ്റിനോട് സംസാരിച്ച് കൊണ്ട് സർജറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. അവേക്ക് ക്രേനിയോട്ടമി എന്ന് പറയും. അതായത് പേഷ്യൻ്റ് അനസ്തീഷ്യയിലാണ്, ബട്ട് ഷീ ഓർ ഷീ ക്യാൻ ടോക്ക്. നമ്മൾ സർജറി ചെയ്യുമ്പോൾ പേഷ്യൻറ്റിനോട് പറയണം കൈ അനക്കൂ, കാലനക്കൂ, ഒരു പാട്ട് പാടൂ, അല്ലെങ്കിൽ ഗിറ്റാർ പ്ലേ ചെയ്യൂ. അപ്പോൾ ദേ ഹാവ് ദ ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ആ ട്യൂമർ എടുക്കുമ്പോൾ പേഷ്യൻറ്റിന് ഇതൊന്നും ഈ എന്തെങ്കിലും ഫങ്ഷൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് അവിടെ നിർത്താം. അപ്പോൾ ട്യൂമർ അത് പിന്നെ റേഡിയേഷന് വിടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ പാട്ട് അവിടെ വെച്ചേക്കുകയും ചെയ്യാം. ബിക്കോസ് ലൈഫിൻ്റെ ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ മോണിറ്ററിങ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്താണ് ഇപ്പോൾ. പിന്നെ മോഡേൺ മെഡിസിൻ എക്വിപ്മെൻറ്റ്സ് ഈ മിക്കപ്പോഴും ന്യൂറോ സർജറി ചെയ്യുന്ന മൈക്രോസ്കോപ്പിലാണ്. അതായത് നമ്മളൊരു 10-20x സൂമിനിലാണ് ഈ ഓപ്പറേഷനൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ സയൻസ് നമ്മുടെ ലോഞ്ചിവിറ്റി കൂടിയ ഒരു റീസൺ. അതുപോലെ തന്നെ ന്യൂറോ സർജറിയിലും അതേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.